ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല രുചിയിലും മണത്തിലും ഉള്ള ഒരു സ്പെഷ്യൽ വൈറ്റ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ഈ മസാല ഒന്ന് പൊടിച്ചെടുക്കണം. ഞാൻ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, 1.5 ഇഞ്ച് സൈസിൻ്റെ 2 പീസ് പട്ട, ചെറിയൊരു പീസ് തക്കോലം, പിന്നെ ചെറിയൊരു പീസ് നട്ട്മഗ്, ജാതിക്കയുടെ കുരുവില്ലേ, അത് തീരെ ചെറുത് മതി, ഒരു 4 ഇഞ്ച് സൈസിൻ്റെയൊക്കെ വലിപ്പത്തിൽ, പിന്നെ 6 ഗ്രാമ്പൂ, 6 ഏലക്ക, പിന്നെ ചെറിയൊരു പീസ് സ്റ്റോൺ ഫ്ലവർ, കൽപ്പാസി എന്ന് പറയും, പിന്നെ ഒരു പീസ് മറാത്തി മൊഗു അല്ലെങ്കിൽ കപ്പോക്ക് ബഡ്സ് എന്നൊക്കെ പറയാം. നമുക്ക് മസാല പാക്കറ്റിലൊക്കെ ഒരു കറുപ്പ് സ്റ്റിക്ക് പോലെ ഒരു ഒരെണ്ണം കിട്ടത്തില്ലേ, അതൊരെണ്ണം തീരെ ചെറുത്, പിന്നെ 1/4 ടീസ്പൂൺ ഷാജീരകം. ഇതെല്ലാം കൂടെ പൊടിക്കുക എന്ന് പറയുമ്പോൾ ഫൈനായിട്ട് പൊടിക്കേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈ രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യമേ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്നത്. ഇനി ഇതിലോട്ട് ഈ സവാള എറിഞ്ഞതും പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ സവാളയും പച്ചമുളകും നല്ലതായിട്ടൊന്ന് വഴറ്റാം. ഞാൻ മീഡിയം സൈസിൽ 2 സവാള നീളത്തിൽ എറിഞ്ഞിട്ടുണ്ട്, അതുപോലെ ഒരു 7 പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് എരിവിന് പച്ചമുളക് മാത്രമേ ചേർക്കത്തുള്ളൂ, അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. എരിവ് കുറച്ച് മതി എന്നുള്ളവർ എണ്ണം കുറയ്ക്കാം. ഇതിപ്പോൾ ഒരു പകുതി വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം, ചെറിയൊരു കൈപ്പിടി, അതുപോലെ ഒരു പിടി മല്ലിയില എരിഞ്ഞത്, ഇതും കൂടെ ചേർത്ത് നല്ലതായിട്ട് വഴറ്റുക. ഈ സവാള ഒരു ഗോൾഡൻ കളറൊന്നും ആവണ്ട, അതിന് മുമ്പ് ഉള്ളൊരു സ്റ്റേജ് ഉണ്ടല്ലോ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നിറം മാറാനൊക്കെ തുടങ്ങുന്ന ഒരു പരുവത്തിൽ. ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും. ഞാനങ്ങ് ഫൈനായിട്ട് അരച്ചിട്ടില്ല, ഈ ഒരു രീതിയിലൊക്കെ അരച്ചേക്കുന്നത്. രണ്ടും കൂടെ 50 ഗ്രാം എടുത്തിട്ട് ഇതുപോലൊന്ന് അരച്ചെടുത്താൽ മതി. ഒരു 3 മിനിറ്റ് നേരം കൂടെയൊക്കെ ഒന്ന് വഴറ്റുക, മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വഴന്ന ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചേക്കുന്ന മസാല ചേർത്ത് കൊടുക്കുക. അത് മുഴുവനും ചേർത്ത് കൊടുക്കണം. 1 മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുക. 1/2 കിലോ ചിക്കൻ ക്ലീൻ ചെയ്തതിന് ശേഷം 1/2 കിലോ ഉണ്ട്. കൂട്ടത്തിൽ 3 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത കട്ടത്തൈര്, ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കിയിട്ട് ഇതിലോട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി ഞാൻ 1/2 കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ശരിക്കും ഈ ബിരിയാണിക്ക് ജീരക സംഭാ റൈസ് എടുക്കുന്നത്, കൈമ റൈസ് ഇല്ലേ, അതില്ലെങ്കിൽ കുഴപ്പമില്ല, ബസ്മതി റൈസ് എടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിൽ 2.5 കപ്പ് അരി എടുത്തേക്കുന്നത്, 1/2 കിലോ. അത് നല്ലതായിട്ട് കഴുകിയിട്ട് അരമണിക്കൂർ നേരം ഒന്ന് കുതിരാൻ വെച്ചായിരുന്നു. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ബിരിയാണിക്ക് മുഴുവനായിട്ട് ഒഴിക്കുന്ന വെള്ളത്തിൽ 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്, മീഡിയം തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ. ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ്. അപ്പോൾ 2.5 കപ്പ് അരിക്ക് 3.25 കപ്പ് വെള്ളമാണ് വേണ്ടുന്നത്. അതിൽ 1 കപ്പ് ഞാനിപ്പം തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത്, ബാക്കി 2.25 കപ്പ് വെള്ളം എടുക്കണം, ചൂടുവെള്ളം. ഇപ്പോൾ ഈ 2.25 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഈ സമയത്ത് ഇതൊന്ന് തിളച്ചാൽ മതി, ഒരുപാട് നേരം വിട്ട് തിളപ്പിക്കണ്ട. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് കുറച്ചൊന്ന് അറിയണം, മുന്നോട്ട് നിൽക്കണം, എങ്കിലേ റൈസ് വെന്ത് വരുമ്പോൾ പാകത്തിന് കാണത്തുള്ളൂ. ഇതിപ്പോൾ ഒന്ന് തിളച്ചിട്ടുണ്ട്, ഇത്രയും മതി. തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് ഒരുപാട് തിളപ്പിക്കണ്ട, നല്ല ഒരു തിള വന്നാൽ മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഇനി ഇതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 4 പേർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അളവാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു അളവിൽ ചിക്കൻ ഒരു 600 ഗ്രാം ഒക്കെ എടുത്താലും നല്ലതാണ്. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം.
ഇതിൻ്റെ വെള്ളം കുറച്ചൊന്ന് വറ്റണം. വെള്ളവും റൈസും ഒരേ ലെവലിൽ വരുന്ന രീതിയിലാകണം. ഒരു 3 മിനിറ്റൊക്കെ വേണ്ടി വരും. ഇടയ്ക്കിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിന് വെള്ളം കുറച്ച് വറ്റുന്നുണ്ട്. ഇതിപ്പം ഇളക്കുമ്പം കണ്ടില്ലേ, ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇത്രയും വെള്ളമേ ഉള്ളൂ. ഈ സമയത്ത് ഇതിലോട്ട് ചെറിയൊരു ലെമണിൻ്റെ പകുതി പീസ് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് ഇളക്കാം. ശകലം കൂടെ വെള്ളം ഒന്ന് പോകണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുന്നത്. നമ്മൾ ചൂടായ ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് ദം ചെയ്യുന്നത്. ഈ സമയത്ത് ദോശക്കല്ലൊന്ന് ചൂടാക്കണം. ഇപ്പം കണ്ടില്ലേ, വെള്ളമൊക്കെ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. റൈസും വെള്ളവും ഒരേ ലെവലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തീ കുറച്ച് വെക്കാം ഈ സമയത്ത്, അല്ലെങ്കിൽ ബാക്കിയുള്ള വെള്ളം വറ്റിപ്പോയി. ഈ ഒരു രീതിയിലിരിക്കണം. ലോ ഫ്ലെയിമിൽ വെക്കാം. ഇനി ഒക്കെ ഒന്ന് ലെവൽ ചെയ്യാം. ഇതിൽ ഒരുപാട് വറ്റിക്കരുത്. ഇനി ഇതടച്ച് വെച്ചിട്ട് ചൂടായ ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് ദം ചെയ്യാം. ദോശക്കല്ല് നല്ലതായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നേരം ദം ചെയ്യാം. അടയ്ക്കുന്ന പാത്രത്തിൻ്റെ മുകളിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കാമെങ്കിൽ നല്ലതായിരിക്കും. ടൈറ്റായിട്ടുള്ളൊരു മൂടിയായിരിക്കണം എടുക്കേണ്ടത്. ഇതുപോലെ ഗ്ലാസ് പാത്രം ആണെങ്കിൽ ഹോൾസ് ഉള്ളതാണെങ്കിൽ അത് ടിഷ്യൂ വെല്ലം വെച്ചൊന്ന് അടച്ചു കൊടുക്കണം. ഇതിപ്പോൾ 15 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഓഫ് ചെയ്തായിരുന്നു. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഉള്ളി വറുത്തത് വേണമെന്നുണ്ടെങ്കിൽ മീഡിയം സൈസിൽ ഒരു സവാള വറുത്തിട്ട് ഇതിൻ്റെ മുകളിലിട്ടിട്ട് ഇളക്കിയെടുക്കാം. റൈസൊക്കെ ഉണ്ടല്ലോ പാകത്തിന് വെന്തേക്കുന്നത്. നല്ല മണവും നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ബിരിയാണി ഇത്. ഇതിൻ്റെ കൂടെ സലാഡും അതുപോലെ ചിക്കൻ 65 ഒക്കെ വെച്ച് കഴിക്കാമെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഒരു എണ്ണക്കത്തിരിക്ക ഞാൻ ഇട്ടിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇത് നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണേ. താങ്ക് യു.